കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ ഒക്കെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന നയനയുടെ കഷ്ടപ്പാടുകളൊക്കെ കണ്ടിട്ട് കനയ്ക്ക് സഹിച്ചില്ല. കനയ്ക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിപ്പോയി. ഇവിടെ ഇത്രയും ആൾക്കാരുണ്ട്, പോരാത്തന്നെ ഇത്രയും പെണ്ണുങ്ങളും ഉണ്ട്. അത് തന്റെ മോള് മാത്രം കിടന്ന് അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നു. വേലക്കാരി ഉള്ളതാണെങ്കിലോ അതിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. രാവിലെ തൊട്ട് പകൽ എന്തിയോളം വരെ ഇത്ര ആൾക്കാർക്ക് വെച്ച് വിളമ്പാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ര എളുപ്പമുള്ള ജോലിയല്ല. അതിന്റെ പേരിൽ കനയ്ക്ക് വല്ലാത്ത സങ്കടമായി. പിന്നീട് അടുക്കളയില് ജോലി ചെയ്യുന്ന നയനയുടെ അടുത്തേക്ക് കനക ചെല്ലുവാണ്. ഞാനും കൂടെ സഹായിക്കാൻ മോളെന്നും പറഞ്ഞുകൊണ്ട് സഹായിക്കുവാണ്. പക്ഷെ ഇത് ദേവേനയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ദേവേന് നയനെ ഭയങ്കര ചീത്ത പറയുന്നുണ്ട്. നിന്റെ അമ്മേനെ ഇവിടെ നിർത്തിയിരിക്കുന്നേ നിന്റെ കൂടെ അടുക്കള സഹായിക്കാനല്ല, നിന്റെ ചേച്ചിനെ നോക്കാനായിട്ടാണ് നിർത്തിയേക്കുന്നത്. അവർ ആ ജോലി മാത്രം ചെയ്താൽ മതി. നിനക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ അല്ലേ ഉള്ളൂ, നീ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി എന്ന് പറയാ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കനയ്ക്ക് വല്ലാത്ത സങ്കടം വന്നു. കനക പറഞ്ഞു, എനിക്കിപ്പോ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല അവിടെ, അതുകൊണ്ട് ഞാൻ എന്റെ മോളെ ഒന്ന് സഹായിച്ചാന്ന് പറയാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, അവൾക്ക് തന്നെ ചെയ്യാന്നുള്ളൂ, അവള് തന്നെ ചെയ്യട്ടെ എന്ന് പറയാണ്. ഇങ്ങനെയാ ഓരോന്ന് പഠിക്കുന്നേ, ചെയ്ത് പഠിക്കട്ടെ എന്നൊക്കെ പറയാ. കനയ്ക്കും വല്ലാത്ത വിഷമം വന്നു. അങ്ങനെ അടുക്കളയിലെ ജോലികളെല്ലാം തീർത്തതിന് ശേഷം നയന മുറിയിലേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്ന നയന മുറിയിലേക്ക് വന്നിട്ട് അവിടെ മടക്കാനുള്ള ഡ്രസ്സുകളൊക്കെ മടക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. ഈ സമയത്താണ് കനക അങ്ങോട്ട് കയറി വരുന്നത്. കനക വന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം കേട്ടോ മോളെ എന്ന് വേണ്ട. അമ്മ എന്തിനാ എന്നോട് ക്ഷമ ചോദിക്കുന്നത്? അതിന് അമ്മ എന്ത് തെറ്റാ ചെയ്തെന്ന് ചോദിക്കണം. ഞാൻ കാരണമല്ലേ മോൾക്ക് ഇപ്പൊ ഈ ഗതി ഉണ്ടാകുന്നേ. ഈ അടുക്കളയിൽ കിടന്ന് ഇമാതിരി കഷ്ടപ്പെടേണ്ടി വരുന്നേ. എത്രമാത്രം വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത കയ്യാ. ഇപ്പോഴാണെങ്കിലോ അടുക്കളയിൽ കിടന്ന് പാത്രവും തേച്ച് അടുക്കള പണിയും ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. ഞാൻ കാരണമല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ. വീട്ടിലായിരുന്നെങ്കിൽ മോൾക്ക് ഇത്രമാത്രം കിടന്ന് കഷ്ടപ്പെടേണ്ട വരില്ലായിരുന്നു പറയാം. ശേ, അമ്മ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് അതിനകത്ത് ഒരു സങ്കടം ഇല്ല അമ്മേ, എനിക്കൊരു ബുദ്ധിമുട്ടില്ലെന്ന് പറയാണ്. അതെ, എനിക്കറിയാം മോൾ ആരോടും ഇതിനെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ്. മോളുടെ കഷ്ടപ്പാട് ഞാൻ കാണുന്നല്ലേ. എന്റെ അത്യാഗ്രഹം കൊണ്ട് എങ്ങനെയൊക്കെ സംഭവിച്ചേ. എന്നോട് ക്ഷമിക്കും മോളെ. ഒരു കാരണവശാലും ഞാൻ ഇങ്ങനെയും ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നോടുള്ള ദേഷ്യ ഇപ്പൊ അവര് നിന്നോട് തീർത്തോണ്ടിരിക്കുന്നത്. നിന്റെ അമ്മായിമ്മയാണെങ്കിലും ആ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്. പക്ഷെ മോൾക്ക് മനസ്സിലായെങ്കിലും മോളത് മനസ്സിലാകാത്ത പോലെ അഭിനയിക്കുമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതൊക്കെ കേട്ടോണ്ട് ആദർശം അങ്ങോട്ട് വരുന്നേ. ആദർശം മുറിയിലേക്ക് വന്നായിരുന്നു. ഒരു നിമിഷം ആദർശം അങ്ങോട്ട് മാറി നിൽക്കുക. പിന്നീട് കനക പറയുന്ന കാര്യങ്ങളെല്ലാം കേൾക്കുകയാണ്. ആദർശിനും അറിയാം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് വൈകുന്നേരം കിടക്കുന്നോടം വരെ നയനയ്ക്ക് ഒരു റെസ്റ്റും ഇല്ല. ഫുൾ ടൈം നയനയ്ക്ക് പണി ജോലികളായിരിക്കും. അടുക്കളയിലായിട്ടും എല്ലാ ജോലികളും ഉണ്ടായിരിക്കും. പോരാത്തിന് ഇപ്പൊ വേലക്കാരിയും കൂടി ഇല്ലല്ലോ. അപ്പൊ ആ ജോലിയും കൂടെ ചെയ്യേണ്ട നയനയാണ്. ഇടയ്ക്ക് ജാനകിയപ്പച്ചി ഒന്ന് കയറി കൂടുന്നല്ലാതെ വേറെ ആരും അവനെ അടുക്കള കയറി സഹായിക്കാനൊന്നും പോവാറില്ല. വേലക്കാരി കൊണ്ട് പിന്നെ കുഴപ്പമില്ലായിരുന്നു. കനക പറഞ്ഞു, എന്നാലും ഇതൊന്നും വേണ്ടായിരുന്നു മോളെ. മോൾക്ക് ഇവിടെ സുഖമാണെന്നോർത്താണ് ഞാൻ ഇരുന്നേ. പക്ഷെ ആദർശ് മോന്റെ അടുത്തൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ ജോലികളുണ്ടല്ലോ, മോൾക്ക് പറ്റുമെങ്കിൽ പറ്റുന്ന പോലെ ചെയ്താൽ മതി. അല്ലാതെ ഇങ്ങനെ മരിച്ചു കടന്ന് ജോലി ചെയ്യണ്ടെന്ന് പറയാണ്. അമ്മ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്നേ. എനിക്കിവിടെ ഒരു പ്രശ്നമില്ല. എനിക്ക് തന്നെ ചെയ്യാവുന്ന ജോലികളല്ലേ ഉള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ പിന്നെ ആരെ സഹായത്തിന് പോലും വിളിക്കാത്തേന്ന് പറയാണ്. അമ്മയുടെ മനസ്സ് വേദനിക്കേണ്ടെന്ന് കരുതിയ നയനെ അങ്ങനെ പറയണേ. തനിക്ക് ഒത്തിരി ജോലിയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ മനസ്സ് വേദനിക്കും. തന്റെ വിഷമം ബുദ്ധിമുട്ട് താൻ മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. വെറുതെ എന്തിനാ അമ്മയുടെ മനസ്സും കൂടെ വേദനിപ്പിക്കുന്നത്? അമ്മ അറിഞ്ഞ പിന്നെ അത് പോയിട്ട് അച്ഛനോട് പോയി പറഞ്ഞു കൊടുക്കും. അച്ഛന്റെ മനസ്സും വേദനിക്കും. അത് പാടില്ല. അങ്ങനെ ഒരു ചിന്തയായിരുന്നു നയനയുടെ ഉള്ളിലുണ്ടായിരുന്നേ. പിന്നീട് കാണിക്കുന്ന അബി ഇങ്ങനെ ഇരിക്കുന്ന കഴിയുമ്പോഴത്തേനും അബിക്ക് ആകെപ്പെട്ട ടെൻഷനാ. എങ്ങനെ പൈസ ഉണ്ടാക്കും? എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതിനെന്താ ഒരു മാർഗം ഇറക്കണം. പിന്നീട് വക്കീലിനെ വിളിക്കുവാണ്. വക്കീലിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. അപ്പൊ വക്കീല് പറഞ്ഞു, അതെ ഇറക്കാനൊക്കെ പറ്റും, ജാമ്യത്തിൽ ഇറക്കാൻ പറ്റും വെട്ടി സതീശനെ. പക്ഷെ കുറച്ച് പൈസ ചെലവാകുമെന്ന് പറയാം. അല്ല, എത്ര രൂപ ചെലവാകും? ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണമെന്ന് പറയാം. 10 ലക്ഷം രൂപ? അതെന്തിനാ? ആഹാ, ഈസിയാന്നാണോ ഓർത്തോണ്ടിരിക്കുന്നേ? കേസ് എന്തൊക്കെ ചാർജ് ചെയ്തേക്കാന്നറിയോ? തട്ടിക്കൊണ്ടുപോകല്, പീഡിപ്പിക്കാൻ ശ്രമം, വധശ്രമം എന്നും വേണ്ട കുറെ കേസുകളുണ്ട്. ഇതിനകത്തൊന്നെല്ലാം ഊരിപ്പോരണം. എല്ലാവർക്കും പൈസ കൊടുക്കണം. ഒരു 10 ലക്ഷം രൂപയെങ്കിലും വേണമെന്ന് പറയാം. അയ്യോ, ഇത്രയും രൂപയോ? ഇതൊന്നും എന്റെ കയ്യിൽ എടുക്കാൻ കാണില്ലെന്ന് പറയണം. അത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ അഭിസാറേ? പൈസ മുടക്കിയാലേ കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഇനിയിപ്പം ആ വെട്ടു സതീശൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാറിനിപ്പം അനന്തപുരി തറവാട്ടിന്ന് കിട്ടാനുള്ള വീതം കൂടെ കിട്ടിയെന്ന് വരുമല്ല. സാറിന്റെ മുത്തശ്ശനും സാറിന് മിക്കവാറും അടിച്ചിറക്കൂന്ന് പറയണം. അതാണോ നല്ലത്? ഈ 10 ലക്ഷം രൂപ മുടക്കുന്നതാണോ നല്ലത്? സാർ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് അതിന്റെ തീരുമാനം കൊണ്ട് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. വക്കീല് ഫോൺ വെക്കുക. അബി പെട്ടു. ഇനിയിപ്പൊ എന്ത് ചെയ്യും? 10 ലക്ഷം രൂപ എവിടുന്ന് പോയ ഉണ്ടാക്കും? അങ്ങനെ ചിന്തിച്ചു പെറുക്കി മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അവിടെ നവ്യ ഇരിക്കുന്നുണ്ട്. അബി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും നവ്യ
കുറെ ആഭരണങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ മിനുക്കിക്കൊണ്ടിരിക്കുക, തൂത്ത് ഉടച്ചോണ്ടിരിക്കുക. ആഹാ, ഇത് കൊള്ളാലോ. എന്നിട്ട് നമ്പി ചോദിച്ചു, അല്ല എനിക്ക് കുറച്ച് പൈസ വേണമായിരുന്നു പറയാണ്. പൈസ എത്ര രൂപ? ഒരു 10 ലക്ഷം രൂപയിലും വേണം. ഇപ്പൊ നിനക്കെന്തിനാ അബി 10 ലക്ഷം രൂപ? അത് കൊള്ളാലോ. ഇപ്പൊ നിനക്ക് അതിന് 10 ലക്ഷം രൂപ എടുക്കാനായിട്ട് എവിടുന്നാ ഇരിക്കണേ? നീ ആണെ കമ്പനിയിൽ വെറും സ്റ്റാഫ് മാത്രമല്ലേ എന്ന് ചോദിക്കണം. അബി പറഞ്ഞു, അതാ ഞാൻ വെറും സ്റ്റാഫ് മാത്രമാ. നിന്നെ എന്ന് കിട്ടിയോ അന്ന് ഞാൻ ഒരു സ്റ്റാഫായി മാറിയതാ. ഇന്ന് വരെ അതിനകത്തുനിന്ന് ഒരു കരയേറ്റം ഉണ്ടായിട്ടില്ലെന്ന് പറയാം. അല്ല അതിപ്പോ എന്താ പ്രശ്നം? 10 ലക്ഷം രൂപയുടെ അതെനിക്കൊരു ബിസിനസ് തുടങ്ങാനായിട്ടാ. ഈ സമയത്ത് ബിസിനസ് തുടങ്ങാനോ? ഒരു കാര്യം ചെയ്യാൻ, നിനക്ക് മുത്തശ്ശനോടോ അല്ലെങ്കിൽ ആദർശനോടോ ആരോടെങ്കിലും പറയാൻ മേലേ ബിസിനസ് തുടങ്ങാനാന്ന്. അതൊന്നും ശരിയാകത്തില്ലെന്ന് പറയാം. പിന്നെ എന്റെ വന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ നിർത്തി തരാനെന്ന് ചോദിക്കും. അല്ല കുറച്ച് സ്വർണം തന്നാ മതി, ഞാനതുകൊണ്ട് പണയം വെച്ചിട്ട് പൈസ എടുത്തോളാന്ന് പറയാം. ഓഹോ, അപ്പൊ അതാണ് കാര്യം. ഈ സ്വർണം ഉണ്ടല്ലോ, ഇത് മുത്തശ്ശിയുടെ എനിക്ക് വളകാപ്പ് ചടങ്ങിന് ഇടാൻ തന്നേക്കും സ്വർണ്ണമാ. ഈ സ്വർണം ഇട്ട് കഴിഞ്ഞ ശേഷം ചടങ്ങ് കഴിയുമ്പോ അങ്ങ് തിരിച്ചു കൊടുക്കണ്ട. ഇത് പാരമ്പര്യമായിട്ട് ഇവിടെയുള്ള സ്വർണ്ണമാണ്. ഇതങ്ങനെ കൊണ്ട് പണയം വെക്കാനും വിൽക്കാനൊന്നും പറ്റില്ല ബി. കുറച്ച് സ്വർണം മതി എന്ന് പറയണ. ഒരു സ്വർണം ഇതിനകത്തൊന്നും തരാൻ പറ്റില്ല. നീ പൊക്കെ നിന്റെ കാര്യം നോക്കി എന്ന് പറഞ്ഞിട്ട് നവ്യ എന്ത് ചെയ്യുവാണ്? ആ സ്വർണ്ണമൊക്കെ എടുത്തോണ്ട് പോയി അലമാരിക്കകത്തേക്കും കൂടെ വെക്കുവാണ്. നവ്യ അങ്ങ് പോയി. അപ്പൊ അവ എടുത്തു, ഇതങ്ങനെ വെറുതെ പറ്റില്ല. കുറച്ച് സ്വർണ്ണമെങ്കിലും അടിച്ചു മാറ്റണം. കൊണ്ട് പണയം വെക്കുവോ എന്തെങ്കിലും ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. ഈ കുറ്റം എല്ലാം എന്നിട്ട് അവളുടെ തലയിൽ തന്നെ കെട്ടിവെക്കാം. അവൾ അതിന് കാരണക്കാരി. ഇനിയിപ്പം കാണാതെ പോയി കഴിയുമ്പോഴത്തേനും ഇനിയിപ്പോ അവളെടുത്ത് അവളുടെ അമ്മയ്ക്ക് കൊടുത്തെന്നോ അവളുടെ വീട്ടുകാരെ സഹായിച്ചെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്താന്ന് പറയാം. അല്ല തന്റെ തലയിൽ ഒരു കാരണവശാലും കുറ്റം വരില്ല. അങ്ങനെ ഒരു ചിന്ത അബിയുടെ ഉള്ളിലുണ്ടായിരുന്നു. അബി പിന്നീട് അങ്ങ് ചെന്നിട്ട് ഒരു ജ്വല്ലറി ബോക്സ് ഒക്കെ എടുത്തിട്ട് അതിനകത്തേക്ക് അവിടെ സ്വർണ്ണങ്ങളൊക്കെ എടുത്ത് വെക്കുവാണ്. എത്രയും പെട്ടെന്നുകൊണ്ട് പണയം വെച്ച് ഈ പൈസ എടുക്കണം. അങ്ങനെ പിന്നെ ആ വെട്ട് സതീശനെ ഇറക്കണം, അല്ലെങ്കിൽ തന്റെ കാര്യത്തിൽ തീരുമാനമാകും. അങ്ങനെയൊക്കെ ഓർത്തോണ്ട് നേരെ അബി താഴേക്ക് അങ്ങോട്ട് പോവാണ്. അങ്ങനെ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴത്തേന് നോക്കിയപ്പോ ഹാളിൽ എല്ലാവരും ഇരിക്കുന്നുണ്ട്. അപ്പൊ അബി ഓർത്ത് ഇതും കൊണ്ട് എങ്ങനെ പുറത്തേക്ക് കടക്കും? ആളിൽ കണ്ടാ പിടിച്ചിട്ടുണ്ടെ ആകെപ്പാടെ പ്രശ്നമാവും. എന്തായാലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തോടു കൂടി താനീ തറവാട്ടിൽ നിന്ന് പുറത്താവും. അപ്പൊ എന്താ അതിന്റെ വഴി? എങ്ങനെ കടന്നു പോകും? പോകാതിരിക്കാനും പറ്റില്ല. ഇനിയിപ്പൊ ഇതും കൊണ്ട് മുറിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നവ്യ കാണും. അവളെ മുറിക്കാത്തുണ്ടെങ്കിൽ ഇതും കൊണ്ട് മുറിയിലേക്ക് പോകാനും പറ്റില്ല. അപ്പൊ ചോദ്യം വരും. പുറത്തേക്കും പോകാൻ പറ്റില്ല, അകത്തേക്കും പോകാൻ പറ്റില്ല. എങ്ങനെയും പോയേ പറ്റുള്ളൂ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാണ്? പുറയിലൊക്കെ മറച്ചു പിടിച്ച് അബി അങ്ങോട്ട് കടക്കാൻ ശ്രമിക്കുമ്പോഴത്തേനും ആദർശ് അബിന്നൊരു വിളിയായിരുന്നു. അബി തിരിഞ്ഞു, എന്താ ആദർശ് ചേട്ടാന്ന് ചോദിക്കുകയാണ്. അവിടെ നിന്ന് എനിക്ക് നിന്നോട് കാര്യം ചോദിക്കാണെന്ന് പറയാ. അബിയിലൊരു ഞെട്ടലുണ്ടായി. എന്റെ ഭഗവാനെ, ഇനി ഇങ്ങനെ ഇത് എന്താണോ ചോദിക്കാൻ പോന്നെ അന്നോർത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആദർശ് വന്നിട്ട് ചോദിച്ചു, അല്ല നീ എവിടെ ഒന്നും ഓഫീസിലേക്ക് കമ്പനിയിലേക്കൊന്നും പോവാറില്ല, എന്താന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ അതെ, കൃത്യമായിട്ട് പോയില്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. അറിയാലോ, നിന്റെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, നീ അത് കൃത്യമായിട്ട് ചെയ്യണമെന്ന് പറയാം. ആദർശേട്ടാ കുറച്ച് ദിവസമായിട്ട് ആദർശേട്ടൻ അറിയാലോ, നബിയുടെ ആ കിഡ്നാപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്കെന്തോ പുറത്തു പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു ഭയമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കമ്പനിയിലേക്കൊന്നും അധികം വരാതിരുന്നേ. ഇനി കുഴപ്പമില്ല എന്ന് പറയണേ. ഞാൻ നാളെ തൊട്ട് പൊക്കോളാന്ന് പറയാം. ശരി ശരി, നാളെ തൊട്ട് പൊക്കോണം. ഇനിയിപ്പോ അതിന് മുടക്കം ഉണ്ടാവില്ല. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. ശരിയെന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു നടക്കാൻ ആദർശ് ചോദിച്ചു, അല്ല നിന്റെ കയ്യിൽ എന്താന്ന് ചോദിക്കുകയാണ്. കയ്യില് അല്ല, നീ എന്തോ മറച്ചു പിടിച്ചിട്ടുണ്ടല്ലോ, എന്താന്ന് പറയണേ. അതൊന്നും ഇല്ല ആദർശേട്ടെന്ന് പറയണം. എന്തോ ഉണ്ടല്ലോ അബി, സത്യം പറ, നീ എന്താ മറച്ചു പിടിച്ചേക്കെന്ന് ചോദിക്കുകയാണ്. അബി ആകെപ്പാടെ പെട്ടു. എന്റെ ഭഗവാനെ, ഇപ്പൊ തന്റെ കള്ളത്തരങ്ങളെല്ലാം പൊളിയും. നീ ഇപ്പൊ എന്ത് ചെയ്യും? ഇതുകൊണ്ട് പോകാനും വേല നിൽക്കാനും വേല. ഈ സമയത്ത് അവിടെ ഇരുന്നിട്ട് ജലജയെ നോക്കുന്നുണ്ട്. ജലജയും കണ്ടു അബിയുടെ കയ്യില്. ജലജയ്ക്ക് മനസ്സിലായി ഇവരെന്തോ കുതന്ത്രം ഒപ്പിക്കാനായിട്ടാ എന്തോ കള്ളത്തരം ചെയ്തിട്ടുണ്ട്. ഇന്നത്തോടു കൂടി കാര്യം ഒരു തീരുമാനമായെന്ന് ജലജയ്ക്ക് മനസ്സിലായി. ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? എങ്ങനെയെങ്കിലും അബിനെ രക്ഷിക്കണമല്ലോ. അതൊക്കെ ഓർത്തിട്ട് ജലജയുടെ തല പൊകിയായിരുന്നു. ആ സമയം ആദർശിന്റെ അച്ഛനും കൂടെ എഴുന്നേറ്റ് വരുക. എന്താ അബി എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. പനിയുടെ അച്ഛനും വന്നു, എല്ലാരും കൂടെ വന്നു. അബി നിന്നും കൂടെ വേർക്കുവാണ്. ഈ ബോക്സ് കാണിക്കാനും പറ്റില്ല. പെട്ടെന്ന് ആദർശൻ ഇങ്ങോട്ട് കാണിച്ച് നോക്കട്ടെ എന്ന് പറയണേ. പനിയുടെ അച്ഛൻ വന്നു, ഒരു ജ്വല്ലറി ബോക്സ് പോലെ ഉണ്ടല്ലോ എന്ന് പറയണേ. മുത്തശ്ശി പറഞ്ഞു, ജ്വല്ലറി ബോക്സോ? അതേന്ന് തോന്നേ. അല്ല ഇപ്പൊ നീ ഇന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല, കമ്പനിയിലേക്കൊന്നും പോകുന്നില്ലോ, ആ ടിഫിൻ ബോക്സും അല്ലാന്ന് പറയാണ്. അങ്ങനെ അബി അങ്ങനെ പെട്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് ആദർശ് എന്ത് ചെയ്യുവാണ്, അങ്ങ് നോക്കട്ടെ, അല്ല ഇങ്ങ് കാണിച്ചോ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ കയ്യേലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുവാണ്. അബിക്ക് നിൽക്കണോ ഓടണോ എന്നറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ അബി നിൽക്കുവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പൊ അബിയുടെ കളത്തരങ്ങളൊക്കെ പിടിക്കുവോ, അതിനുമുമ്പ് ജലജ രക്ഷിക്കോ എന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാട്ടോ. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.